KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. UDFന്റെ മദ്യനയം അഭിനന്ദനാർഹമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മർക്കസിൽ കാന്തപുരത്തെ സന്ദർശിച്ചു. മദ്യനയത്തിൽ തിരുത്തലുകൾ വരുത്തി കൂടുതൽ കർശനമാക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. LDF പ്രകടന പത്രിക പുറത്തിറങ്ങി. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന പ്രധാന വാഗ്ദാനം. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. എൽനിനോ പ്രതിഭാസവും താപനില ഉയരാൻ കാരണം. അന്താരാഷ്ട്ര സഖാഫി ദഅ്വാ സമ്മേളനം അടുത്ത മാസം. ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. അപൂർവ രോഗം ബാധിച്ച കുടുംബത്തിന് ICF വാട്സപ്പ് കൂട്ടായ്മ വഴി സാന്ത്വനം. മർക്കസ് അനാഥരുടെയും അശരണരുടെയും സംരക്ഷണ കേന്ദ്രമെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വാർത്തകൾ വിശദമായി. UDF സർക്കാരിന്റെ മദ്യനയം അഭിനന്ദനാർഹമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മദ്യനിരോധനം വരാതെ മദ്യവർജനം പ്രായോഗികമല്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. മദ്യനയത്തിൽ മാറ്റമില്ലെന്ന് കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആവർത്തിച്ചു. ഇന്ന് രാവിലെ കാരദൂർ മർക്കസിൽ സന്ദർശനത്തിനെത്തിയ ഉമ്മൻചാണ്ടിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദ്യനയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണമെന്ന പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല. സന്ദർശനം തികച്ചും സൌഹൃദപരമാണെന്നും തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് പിന്നീട് പറയുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മദ്യനയത്തിൽ ഞങ്ങൾക്ക് പണ്ടേ ഉണ്ട്, മെല്ലെ മെല്ലെ ഇവിടുന്ന് മദ്യ നിരോധനം കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായക്കാരാണല്ലോ. നിരോധിക്കുമ്പോഴാ വർധന ഉണ്ടായല്ലേ. മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് മർക്കസിലെത്തിയ ഉമ്മൻചാണ്ടിയും ആവർത്തിച്ചു. ഒരു കൺഫ്യൂഷനും ഇല്ല, മദ്യനയത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കുന്നമംഗലം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ടി സിദ്ദീഖും ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ടായിരുന്നു. വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയതല്ലെന്നും മർക്കസിലെ സ്ഥിരം സന്ദർശകനാണ് താനെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നേരത്തെ ഇടതുപക്ഷ നേതാക്കളും കാന്തപുരത്തെ സന്ദർശിച്ചിരുന്നു. P ജയരാജൻ, KP മോഹനൻ, അഴീക്കോട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി MB നികേഷ് കുമാർ, PT റഹീം MLA അടങ്ങിയ ഇടതുപക്ഷ സംഘം 4 ദിവസം മുമ്പാണ് മർക്കസ് സന്ദർശിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇടതുമുന്നണി പ്രകടന പത്രിക പുറത്തിറക്കി. വേണം നമുക്കൊരു പുതുകേരളം, മതനിരപേക്ഷ അഴിമതി രഹിത വികസിത കേരളം എന്നതാണ് ലക്ഷ്യമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ഇടത് കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 35 ഇന കർമ്മ പദ്ധതികളും 600 നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. മദ്യ ഉപയോഗവും മദ്യലഭ്യതയും ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരുമെന്നതാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. വേണം നമുക്കൊരു പുതുകേരളം, മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത്. 25 ലക്ഷം പേർക്ക് തൊഴിൽ IT, ടൂറിസം മേഖലകളിലും ഇലക്ട്രോണിക്സ് തുടങ്ങിയ ആധുനിക വ്യവസായ മേഖലകളിലുമായി അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് 5 വർഷം കൊണ്ട് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. റബ്ബർ തടിയുടെ വിൽപ്പനാ നികുതി ഒഴിവാക്കും. പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കും. 2500 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദനം സാധ്യമാക്കും. പഞ്ചായത്തുകളിൽ ലേബർ ബാങ്ക് തയ്യാറാക്കും. ജനകീയാസൂത്രണത്തിന്റെ 2ാം പതിപ്പ് കൊണ്ടുവരും. എല്ലാ ക്ഷേമ പെൻഷനുകളും 1000 രൂപയാക്കും. ന്യായവില ഹോട്ടലുകളുടെ ശൃംഖല സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. മദ്യവും മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. മദ്യനയം മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്നതിന് ഉതകുന്ന നയം ആവിഷ്കരിക്കും. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനം മദ്യവർജനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. നിലവിലുള്ള സംവരണം സംരക്ഷിക്കും. UDFന്റെ മദ്യനയത്തിൽ തിരുത്തലുകൾ വരുത്തി കൂടുതൽ കർശനമാക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ബാർ ലൈസൻസ് സമ്പാദിക്കുന്ന സാഹചര്യത്തിലാണിത്. ഇപ്പോഴത്തെ മദ്യനയം അനുസരിച്ചാണ് പുതിയ ബാറുകൾക്കുള്ള അനുമതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മദ്യനയം കുറ്റമറ്റതാക്കാൻ നടപടിയുണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകിയത് UDF ചർച്ച ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ
മദ്യനയത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോകത്തില്ല. ഇന്നുള്ള വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് വ്യവസ്ഥകൾ വേണം. അത് അമ്മേരെ ആലോചിക്കും. ഒരു പോളിസി എടുത്ത് ആ പോളിസി ആയിട്ട് നിൽക്കും. അത് ഒരു പോളിസി എടുത്തത് എല്ലാ കാലത്തേക്കുമാണോ? നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അത് എനിക്ക് ആലോചിക്കാം. അതിന്റെ സർവ്വവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ മദ്യനയം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർവ്വ സാധ്യതകളും പരിശോധിച്ച് ഉചിതമായ നടപടികളിലേക്ക് നീങ്ങും. ആ കാര്യത്തെപ്പറ്റി നാളെ UDF യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അത് ഇപ്പൊ നിലനിൽക്കുന്ന പോളിസിയുടെ അടിസ്ഥാനത്തിൽ ചെയ്തതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ UDF നാളെ ചർച്ച ചെയ്യും. അത് നിലവിലുള്ള നയം അതാണെങ്കിൽ അവർക്ക് കോടതിയിൽ പോയാലും. കേരളത്തെ കാത്തിരിക്കുന്നത് കൊടും ചൂടിന്റെ ദിനങ്ങൾ. നിലവിലെ സ്ഥിതിയിൽ സംസ്ഥാനത്തെ താപനില 40 ഡിഗ്രിക്കും മുകളിലേക്ക് ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. പ്രകൃതിക്കുമേലുള്ള കടന്നുകയറ്റത്തിനൊപ്പം പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട എൽനിനോ പ്രതിഭാസവും ചേർന്നാണ് ഇത്തവണത്തെ താപനില ക്രമാതീതമായി ഉയർത്തിയത്. ഉയർന്നുയരുന്ന കെട്ടിടങ്ങൾ, നിരത്ത് നിറയുന്ന വാഹനങ്ങൾ, മുറിച്ചുമാറ്റപ്പെടുന്ന മരങ്ങൾ, കുതിച്ചുയരുന്ന ഈ ചൂടിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തവണത്തെ ചൂട് വല്ലാതെ ഉയരാൻ കാരണം ഒന്നുകൂടിയുണ്ടെന്ന കണ്ടെത്തലിലാണ് ശാസ്ത്രലോകം. അങ്ങകലെ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട എൽനിനോ പ്രതിഭാസം സമുദ്രത്തിലെ ജലത്തിന്റെ താപനില ഉയർന്നതിനെ തുടർന്നുള്ള കാലാവസ്ഥാ മാറ്റമാണ് ഇങ്ങ് കേരളത്തിലും ചൂട് വല്ലാതെ കൂട്ടിയതെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കഠിനമായ ചൂട് കാറ്റ് അടിക്കുന്ന പ്രവണതയും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം മുതൽ തന്നെ സാധാരണയിൽ നിന്നും കൂടുതൽ ചൂട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനുഭവിക്കുന്നു. ഇടയ്ക്കിടെ വേനൽമഴ കിട്ടിയാലും ചൂടിന് തൽക്കാലം ശമനം പ്രതീക്ഷിക്കേണ്ടതില്ല. ശരാശരി താപനില 40 മുകളിലേക്ക് പോലും ഉയർന്നു പോയേക്കാം. മെയ് മാസം ഒടുവിലോ ജൂൺ ആദ്യമോ മൺസൂൺ എത്തും വരെ നമ്മൾ വിയർത്തൊലിക്കേണ്ടി വരുമെന്ന ചുരുക്കം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടി ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സാമ്പത്തികവും സാമൂഹികവുമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ജീവിത നിലവാരവും നൽകുകയാണ് മർക്കസിന്റെ ലക്ഷ്യമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് ഡേയുടെ ഭാഗമായി മർക്കസ് റെയ്ഹാൻ വാലി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓസ്മോ സംഘടിപ്പിച്ച ഗ്രാൻഡ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസങ്ങളിലായി നടന്ന ഓസ്മോ ഗ്രാൻഡ് മീറ്റിൽ മർക്കസ് റെയ്ഹാൻ വാലിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 23 ബാച്ചുകൾ പങ്കെടുത്തു. ഓസ്മോ നിർമ്മിച്ച ഡിജിറ്റൽ ലൈബ്രറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കൂടി കൊടുത്തു, അവരെ സംരക്ഷിച്ചു. അതിന്റെ പേരിൽ ഒരു ടൈമിൽ തന്നെ 1000-ലധികം കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് കാലഘട്ടത്തിന്റെ സ്ഥിതിഗതികൾ മാറി മാറി വരുമ്പോൾ മർക്കസ് യതീം ഖാനയ്ക്ക് പുറമെ കേരളത്തിലുടനീളം യതീം ഖാനകൾ ആരംഭിച്ചു. നടത്താൻ തുടങ്ങിയതിന്റെ പേരിൽ ഇവിടെ അല്പം എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കുറഞ്ഞിട്ടില്ല.
എന്ന വസ്തുത കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ മർക്കസിൽ, കാരന്തൂരിലെ മർക്കസിൽ വന്ന് താമസിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലും ഹോം കെയർ എന്ന പദ്ധതി അനുസരിച്ച് 2 വയസ്സ് മുതൽ ഉള്ള യതീം മക്കളെ നാം ഏറ്റെടുക്കുകയാണ്. മർക്കസ് ഡേ സംഗമത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തി. AC കോയ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, VPM ഫൈസ് വില്യപ്പള്ളി, ഉനൈസ് മുഹമ്മദ് കൽപ്പകഞ്ചേരി, അമീർ ഹസൻ, G അബൂബക്കർ, ഷെരീഫ് മാസ്റ്റർ, സമദ് മാസ്റ്റർ, ബഷീർ പാലാഴി സംബന്ധിച്ചു. എല്ല് വളഞ്ഞും ഒടിഞ്ഞും നടക്കാൻ കഴിയാതെ 10 വർഷത്തോളമായി ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിന് വാട്സപ്പ് കൂട്ടായ്മ വഴി സഹായം. എടവണ്ണപ്പാറ പള്ളിപ്പടിയിലെ പന്തിരായി പറമ്പിൽ മുഹമ്മദ് മുസ്തഫയുടെ സുറൂർ ജമാൻ, ഫാസിൽ ജമാൻ, ജന്നത്തു നശ്വ എന്നീ കുട്ടികൾ ദാരുണമായ രോഗത്തിനടിമപ്പെട്ട് കഴിയുന്ന കാര്യം സിറാജ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത SYS ഗൾഫ് ഘടകമായ ICFന്റെ ബഹ്റൈൻ റഫ സെൻട്രൽ കമ്മിറ്റി സുന്നി വോയ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഒരാഴ്ച കൊണ്ട് സമാഹരിച്ചു കിട്ടിയത് 3,12,900 രൂപ. തുക SYS സാന്ത്വനം മുഖേന എടവണ്ണപ്പാറ വെട്ടുപാറയിൽ നടന്ന SYS ആദർശ സമ്മേളന വേദിയിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുടുംബത്തിന് കൈമാറി. സംസ്ഥാന സെക്രട്ടറിമാരായ റഹ്മത്തുള്ള സഖാഫി എളമരം, മുഹമ്മദ് പറവൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് EK മുഹമ്മദ് കോയ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി മണലാരുണ്യത്തിൽ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നതിനിടയിലും പ്രസ്ഥാന തണലിൽ ഒത്തുകൂടി ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനും വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാമൂഹിക മാധ്യമങ്ങളെ സമൂഹ നന്മക്കായി ക്രിയാത്മകമായി വിനിയോഗിക്കാനും ICF പ്രവർത്തകർ കാണിച്ച മാതൃക പ്രശംസാർഹമായി. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കമ്മിറ്റി രാജാപൂർ ജാമിയ ദാറുൽ ഹബീബിൽ സംഘടിപ്പിച്ച മുഅല്ലിം ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു. SJM നാഷണൽ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബാഖവി മലൈബാരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിമാരായ സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, മുഹമ്മദ് ബഷീർ മുസ്ലിയാർ, ഉമർ മദനി നേതൃത്വം നൽകി. രാജാപൂരിലെത്തിയ നേതാക്കളെ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് മൌലാന മുഹമ്മദ് വസീം യാസീൻ, ജനറൽ സെക്രട്ടറി മൌലാന അബ്ദുഷുക്കൂർ സഅദി, മുഹമ്മദ് ഷെരീഫ് നിസാമി, ഇബ്രാഹിം നയീമി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. രാജാപൂരിലെ ഓളി ദാറുൽ ഹബീബ് മദ്രസ, തീവണ്ടിമാൾ ദാറുൽ ഹബീബ് മദ്രസ, യറഡും മദ്രസ, കോർല മദ്രസ, മദീനത്തുൽ ഉലൂം മദ്രസ എന്നിവ നേതാക്കൾ സന്ദർശിച്ചു. ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ IPB പുറത്തിറക്കിയ ജെംസ് ആൻഡ് വേർഡ്, റോഡ് ടു സക്സസ് എന്നീ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലപ്പുറം മഅദിനിൽ കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രകാശനം ചെയ്തു. ജെംസ് ആൻഡ് വേർഡ് ഡോക്ടർ അബ്ദുസ്സലാമും റോഡ് ടു സക്സസ് ഡോക്ടർ അബൂ സ്വാലിഹും ഏറ്റുവാങ്ങി. സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, NM സ്വാദിഖ് സഖാഫി, മജീദ് അരിയലൂർ, ബഷീർ പറവന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പുസ്തകരചയിതാവ് കൂടിയായ ഫൈസൽ അഹ്സനി ഒളിയിലും സംബന്ധിച്ചു. ഇസ്ലാമിക ദഅവത്തും ആധുനിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ മെയ് 10, 11, 12 തീയതികളിൽ കാരന്തൂർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന അന്താരാഷ്ട്ര സഖാഫി ദഅവ കോൺഫറൻസിന് ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. സമ്മേളന നടത്തിപ്പിനായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചെയർമാനും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ജനറൽ കൺവീനറും KPH തങ്ങൾ കാവനൂർ ട്രഷററുമായ എക്സിക്യൂട്ടീവ് കൌൺസിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു. മർക്കസ് ശരീഅത്ത് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ സഖാഫി പണ്ഡിതന്മാരിൽ നിന്നും പ്രഭാഷണം, രചന, ദഅവ, സ്ഥാപന നേതൃത്വം, സംഘടനാ സാരഥ്യം എന്നീ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന 1000 സഖാഫികളാണ് കോൺഫറൻസിൽ സംബന്ധിക്കുക. 10 ആധുനിക വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചയിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ പങ്കെടുക്കും. ഇത് സംബന്ധമായി ചേർന്ന യോഗത്തിൽ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി അധ്യക്ഷത വഹിച്ചു. സംഘാടക എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെയും സബ് കമ്മിറ്റി കൺവീനർമാരുടെയും ഷൂറ ഭാരവാഹികളുടെയും ജില്ലാ കോർഡിനേറ്റർമാരുടെയും സംയുക്ത യോഗം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മർക്കസിൽ ചേരുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ മദ്യനയം അഭിനന്ദനാർഹമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മർക്കസിൽ കാന്തപുരത്തെ സന്ദർശിച്ചു. മദ്യനയത്തിൽ തിരുത്തലുകൾ വരുത്തി കൂടുതൽ കർശനമാക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. LDF പ്രകടന പത്രിക പുറത്തിറങ്ങി. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന പ്രധാന വാഗ്ദാനം. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. എൽനിനോ പ്രതിഭാസവും താപനില ഉയരാൻ കാരണം. അപൂർവ രോഗം ബാധിച്ച കുടുംബത്തിന് ICF വാട്സപ്പ് കൂട്ടായ്മ വഴി സാന്ത്വനം. മർക്കസ് അനാഥരുടെയും അശരണരുടെയും സംരക്ഷണ കേന്ദ്രമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.